السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدني علما وحلما وفهما وعقلا وأدبا كاملا. رب تمن بالخير والسعادة برحمتك يا أرحم الراحمين. توسلنا ببسم الله وبهادي رسول الله وكل مجاهد لله وأهل البدر يا الله، وبحمزة الكرام عم المصطفى أسد الإله وسيد الشهداء. الله تعالى നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, ഈ പള്ളിയുടെ ചുറ്റുപരിസരത്ത് മറമാടപ്പെട്ടവർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതുപോലെ അവന്റെ ജന്നാത്തുൽ അഈനിൽ നമ്മയും അവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, മസ്ജിദുമായി ബന്ധപ്പെട്ട വിശാലമായ ഒരു ചർച്ചയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ ആഴ്ച മിഅ്റാജുമായും അനുബന്ധ സംഭവങ്ങളുമായും ചർച്ച ചെയ്തുവെങ്കിലും പറഞ്ഞു വന്നിരുന്ന വിഷയം ഘട്ടം ഘട്ടമായി നമ്മുടെ എല്ലാ മസ്ജിദുകളും എങ്ങനെയായി മാറണം, മദീനത്തെ പള്ളിയുടെ മാതൃക എന്തായിരുന്നു എന്ന വിഷയമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തു വന്നത്. അവിടെ മുൻപ് സൂചിപ്പിക്കുകയുണ്ടായി, ഘട്ടം ഘട്ടമായിട്ട് മഹല്ലിലെ ഓരോ അംഗങ്ങളെയും സ്വയം പര്യാപ്തതയിലേക്ക്, ഭൗതികമായ വിഷയങ്ങളിൽ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാൻ ഒരു മഹല്ലിന്റെ ഇമാമിന് അവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കെല്ലാം കഴിയേണ്ടതുണ്ട് എന്ന് നമ്മൾ ഉണർത്തുകയുണ്ടായി. അതിൽ തന്നെ പള്ളികളൊക്കെ ഇന്ന് കാസർഗോഡ് മുതൽ ഇന്ന് തിരുവനന്തപുരം വരെ എല്ലാ പള്ളികളും, ഒരുവിധപ്പെട്ട പള്ളികളൊക്കെയും വലിയ വലിയ നേതാക്കന്മാരുടെയൊക്കെ നിയന്ത്രണത്തിലായിട്ടും പാവപ്പെട്ടവര് നിസ്സാരമായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും പലിശ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന, ബ്ലേഡിന് തലവെക്കേണ്ടി വരുന്ന, ആ കൊള്ളയിലേക്ക് ചെന്ന് ചാടേണ്ടി വരുന്ന ദാരുണമായ അവസ്ഥ കേരളത്തിലൊട്ടാകെ നിലനിൽക്കുന്ന ദയനീയമായ ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഒരു അടിത്തറ മുസ്ലിം ഉമ്മത്തിന് പാവുക എന്നത്, അവർക്കത് സംവിധാനിച്ചു കൊടുക്കുക എന്നത് കേരളത്തിന്റെ പള്ളികൾ ഏറ്റെടുക്കേണ്ട ബാധ്യതയായി നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹാജിറുകളും അൻസാറുകളുമായ സ്വഹാബത്തിനെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ള ചില സംഭവങ്ങളെ ഉദ്ധരിക്കുകയുമുണ്ടായി. അത്തരത്തിൽ സാമ്പത്തികമായ അടിത്തറ പാകുന്ന വഴികളെ കുറിച്ച് ആധുനിക കാലഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട കാലമാണ് എന്ന് പറഞ്ഞു. അതിൽ തന്നെ എന്റെ ഭാഗത്തു നിന്നും ഒന്ന് രണ്ട് വഴികൾ നമ്മൾ പഠിച്ചിരിക്കുന്നതിന് വേണ്ടി, അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടി പറയുകയുണ്ടായി. പലിശ രഹിതമായ, പലിശയില്ലാത്ത വായ്പ നമ്മുടെ മഹല്ലുകൾക്ക്, പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ രൂപപ്പെടുത്തുക. പലിശരഹിതമായ നിലയ്ക്കുള്ള പണയത്തെ സ്വീകരിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുക. പലിശ സ്ഥാപനത്തിലേക്ക് പോകുന്ന അത്തരം നിമിഷങ്ങളിൽ പള്ളിയിലേക്ക് അവർ ഓടി വന്ന് പള്ളി അഭയകേന്ദ്രമാക്കി, ആശാകേന്ദ്രമാക്കി, പ്രതീക്ഷയുടെ ഒരു സ്ഥാനമാക്കി പള്ളിയെ വെച്ചിട്ട് ജനം പള്ളിയിലേക്ക് വരുന്ന ഒരു സിസ്റ്റത്തെ രൂപകൽപ്പന ചെയ്യുക എന്നത് പറയുകയുണ്ടായി. അതിൽ തന്നെ പലിശരഹിതമായ കുറികൾ, പലിശരഹിതമായ ചിട്ടികൾ ഒക്കെയും നമുക്ക് പള്ളിയുടെ അനുബന്ധ ഘടകങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയുമെന്നത് പറഞ്ഞു. അതിൽ തന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞു, ഷെയർ ചെയ്തുകൊണ്ട്, ഷെയർ ഇട്ടുകൊണ്ട് ഒരു സംരംഭം മഹല്ല് തുടങ്ങിയാൽ ആ മഹല്ലിന്റെ പൊതുജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയ ആ ഒരു ഷെയർ സംവിധാനം, ആ ഒരു സംരംഭത്തിന്റെ ലാഭം അത് ഈ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ഘടനയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതൊക്കെയും ആധുനിക യുഗത്തിൽ മുസ്ലിം സമൂഹത്തിന് ആലോചിക്കാവുന്ന കാര്യങ്ങളാണ്. ഈ പറഞ്ഞതെല്ലാം ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് മുഴുവനും നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന, ആത്മീയ ജീവിതത്തെ പിടിച്ചു നിർത്തുന്ന ഭൗതികമായ ചില വിഷയങ്ങൾ മാത്രമാണ്. എങ്കിൽ ഇതിലേറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മദീന പള്ളിയുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് പ്രബോധന ദൗത്യം എന്നത് മാത്രമായിരുന്നു. മദീന പള്ളി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പ്രബോധനത്തിന്റെ ഇടമായിരുന്നു. ഒരാൾക്കും ഇസ്ലാമിനെ കുറിച്ച് ലേശം സംശയം ഉദിക്കാത്ത വിധത്തിൽ ഇസ്ലാം എന്താണെന്ന് കൃത്യമായി ഇസ്ലാമിന്റെ ആശയവും ആദർശവും
കൂടിയായിരുന്നു നമ്മുടെ മദീനത്തെ പള്ളി എന്ന് പറയുന്നത്. പ്രബോധന ദൗത്യം എന്ന് പറയുമ്പോൾ ഷഹാദത്ത് എന്ന് പറയുന്ന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയപ്പെടുന്ന ഷഹാദത്തിനെ നമ്മൾ ഇവിടെ പ്രബോധനം ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓരോ മഹലിന്റെയും കേരളത്തിലെ ഓരോ മഹലിന്റെയും കീഴിലുള്ള വീടുകൾ എന്ന് പറയപ്പെടുന്നത് ഷഹാദത്ത് പറഞ്ഞ മുസ്ലിമീങ്ങൾ തന്നെയാണ്, അതിൽ സംശയമില്ല. പകരമായി പ്രബോധനം ചെയ്യപ്പെടേണ്ടത് എന്താണ്? ഏറ്റവും സാമ്പത്തികമായ അടിത്തറ ഉണ്ടാക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിനെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള, ആഖിറത്തിന്റെ ജീവിതം രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ഇസ്ലാമിന്റെ ആശയങ്ങളെ, ആദർശങ്ങളെ പഠിക്കുക, അത് പ്രബോധനം ചെയ്യുക, അത് പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ്. ഇത്തരം പ്രബോധന രംഗം എല്ലാ മസ്ജിദുകളിലും സജീവമാകണമെന്ന് പറയുന്നത് മദീന പള്ളി ഇതിന്റെ സജീവമായ കേന്ദ്രമായതുകൊണ്ട് മാത്രമാണ്. കാരണം ഏതൊരാൾക്കും ഇസ്ലാമിനെ പറ്റി സംശയലേശമന്യേ കൃത്യമായും വസ്തുനിഷ്ഠമായും പഠിക്കാൻ അവിടെ പ്രയോജനപ്പെടുത്തിയിരുന്നു. അവിടെ സുഫത്തിന്റെ അഹ്ലുകാരുണ്ടായിരുന്നു. ആ 600-700ഓളം വരുന്ന ആ സ്വഹാബത്തിന്റെ തന്നെ ലീഡറായിട്ട് മഹാനായ അബൂ ഹുറൈറ തങ്ങളെ ഏർപ്പെടുത്തിയിരുന്നു. യുദ്ധങ്ങൾക്ക് പോകാതെ മറ്റു ഒരു കാര്യങ്ങൾക്കും പോകാതെ അവർ അവിടെ തന്നെ പഠിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പരിഗണന നൽകിക്കൊണ്ട് അവിടെ കഴിഞ്ഞു പോയൊരു ജനത ഇവിടെ ഉണ്ടായിരുന്നു. അതിലുപരിയായി പുരുഷന്മാരായ സ്വഹാബത്തിന് ക്ലാസുകൾ സംഘടിക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകളായ സ്വഹാബത്തിന് ക്ലാസുകൾ സംഘടിക്കപ്പെട്ടിരുന്നു. നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട്. ഇവിടെ ചില തർക്കങ്ങൾക്ക് വേണ്ടി ചിലരൊക്കെ പറയാറുണ്ടല്ലോ, മദീനത്തെ പള്ളിയിൽ പെണ്ണുങ്ങൾ നിസ്കരിച്ചിരുന്നു എന്ന സംഭവം കൊണ്ടെന്ന് പറയാറുണ്ട്. അത് നിസ്കരിക്കാൻ വേണ്ടി പോയതല്ലല്ലോ. അതിന്റെ യാഥാർത്ഥ്യം എന്താ? ആ സംഭവത്തെ വിശകലനം ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും. ആ മദീന പള്ളിയിൽ അന്ന് ഒരൊറ്റ ഉസ്താദേ ഉള്ളൂ, ഒരു ഖാദിയേ ഉള്ളൂ, ഒരു ഹാക്കിമേ ഉള്ളൂ, ഒരു മുസ്ലിയാരേ ഉള്ളൂ. ഒരു മസ്അലയ്ക്ക് ഉത്തരം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഒരു വിഷയത്തെ കുറിച്ച് പരാതി പറയണമെങ്കിൽ, അതിലൊരു പോംവഴി കാണണമെങ്കിൽ, കുടുംബ ജീവിതത്തിൽ ഒരു പ്രശ്നത്തെ ഇറക്കി വെക്കണമെങ്കിൽ സമീപിക്കാൻ ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ. ആ വ്യക്തിയെ കണ്ടെത്തണമെങ്കിൽ മദീന പള്ളിയിൽ സ്ത്രീകൾക്കടക്കം കടന്നു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ അവർ വന്നാൽ ആ പള്ളിയുടെ മൂലഭാഗങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അവർ നിസ്കരിച്ചിട്ടുമുണ്ട്. അല്ലാതെ നിസ്കരിക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ ഇറങ്ങി നടന്നു എന്നതിന് ഇന്നത്തെ കാലത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നുവെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്ക് കൃത്യമായ പഠന ക്ലാസുകൾ അവിടെ അരങ്ങേറിയിട്ടുണ്ട്. കുട്ടികൾക്ക് ക്ലാസുകൾ നടന്നിട്ടുണ്ട്. യുവതിയുവാക്കൾക്ക് 2 ക്ലാസുകൾ അവിടെ നടന്നിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി ഓരോരുത്തർക്കും വേണ്ടതെന്നോ അത് കൃത്യമായി വേർതിരിച്ചുകൊണ്ട് മദീന മസ്ജിദിൽ ഹബീബായ പുണ്യപ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇന്ന് നമ്മുടെ എല്ലാ പള്ളികളിലും ഈ പ്രബോധന ദൗത്യം കുറഞ്ഞു വരുന്നുണ്ടോ എന്നതിനെ കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങൾക്ക് കൂടി താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു ക്ലാസ് സംഘടിപ്പിച്ചാൽ അതിൽ പൊതുജനങ്ങൾ പൂർണ്ണമായും നിസ്സഹകരണം പ്രഖ്യാപിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ഇസ്ലാമിക ജീവിതം മാറുന്നുണ്ട്. നമ്മുടെ ഈ പള്ളിയിൽ തന്നെ മഹല്ല് കമ്മിറ്റിയുടെ അനുവാദത്തോടുകൂടി വിശുദ്ധമായ ഖുർആനിനെ സ്റ്റഡി ചെയ്ത് പഠിക്കുന്ന ഒരു പഠന ക്ലാസ് നമ്മൾ രൂപപ്പെടുത്തി. എത്ര പേരാണ് അതിൽ വരുന്നത്? ആദ്യം മുതൽ വരുന്ന ആളുകൾ അതിൽ നിന്നും അവിടെ ഇരിപ്പുണ്ട്. അല്ലാതെ ഇൽമിനെ അറിയാനോ ഇൽമിന്റെ മാധുര്യം അറിയാനോ അവിടെ വന്നിരിക്കുന്നവരിൽ ഒരാൾ പോലും, അധികമായിട്ട് ഒരാൾ പോലും കടന്നു വരാത്ത രൂപത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന പരിപാടികൾ മുഴുവനും ബാത്തിലായി പോകുന്ന, അല്ലെങ്കിൽ പ്രയോജനമില്ലാതായി പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറുമ്പോൾ മഹല്ല് കമ്മിറ്റികളെയോ പള്ളി ഇമാമിനെയോ മാത്രം കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. നമുക്കും അതിലൊരു പങ്കുണ്ട്, നമ്മളും അതിൽ ഭാഗമാക്കാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഏതായാലും ഓരോ മഹല്ലുകാരും ഓരോ മഹല്ലിലും അതിലൊക്കെയുള്ള പൊതുജനങ്ങളോടുള്ള ഹക്ക് വീടൽ എന്നത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. ഇവിടെ നിൽക്കുമ്പോൾ എന്റെ ബാധ്യതയാണ്. ക്ഷണിക്കുക, ക്ഷണം സ്വീകരിക്കുക നിങ്ങളുടെ ബാധ്യതയാണ്. ഓരോ കാര്യങ്ങളും പറയുക അതിന്റെ ബാധ്യതയാണ്. മഹല്ല് പരിപാലന സമിതി ഒരു കാര്യം തീരുമാനിക്കുക അവരുടെ ബാധ്യതയാണ്. അത് ഏറ്റെടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ഏതായിരുന്നാലും മുഅ്മിനീങ്ങളെ, ഇത്തരത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങളുടെ ദീനിന്റെ ഇബാദത്തുകളുടെ ഹക്ക് വിടുക എന്ന് പറയപ്പെടുന്നത് നടത്തിക്കൊണ്ടുപോകൽ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലൂടെയും സമയത്തിലൂടെയുമാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷത്തിൽ 2 തവണ പാതിരാ പ്രഭാഷണം വെച്ചിട്ട് ഇവിടുത്തെ നാട്ടിലെ പാവപ്പെട്ട മുഅ്മിനീങ്ങളായ ഉമ്മമാരെയും ഉമ്മുമ്മമാരെയും ഒരുമിച്ച് കൂട്ടി, ഉപ്പുപ്പമാരെയും ഒരുമിച്ച് കൂട്ടി വർഷത്തിൽ 2 തവണ പാതിരാ പ്രഭാഷണം വെച്ചാൽ അങ്ങ് വീടുന്നതല്ല ആ സമൂഹത്തിനോടുള്ള ബാധ്യത എന്ന് പറയപ്പെടുന്നത്. ഏതെല്ലാം മേഖലകളിൽ പ്രശ്നങ്ങളുണ്ടോ ആ മേഖലകളിലെ പ്രശ്നങ്ങളെ പഠിച്ച് അതിനനുസൃതമായ ക്ലാസുകളാണ് നമ്മൾ സംഘടിപ്പിക്കേണ്ടത്. കുടുംബ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന ഓരോ യുവതി യുവാക്കളും ഓരോ മഹലിന്റെയും കീഴിലുണ്ടാകും. ആ യുവതി യുവാക്കളെ കൊണ്ടിരുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി ഒരു ക്ലാസ് വെച്ചിട്ട് എങ്ങനെ കുടുംബ ജീവിതം നയിക്കണം
കൗൺസിലിംഗ് കൊടുക്കൽ, കുടുംബജീവിതപരമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കൽ, അത് നമ്മുടെ ബാധ്യതയാണ്. ഓരോ പള്ളി പരിപാലന സമിതികളും അത്തരത്തിൽ യുവാക്കളെ വിവാഹത്തിലേക്ക് കടക്കാൻ പോകുന്നവർക്ക് സെപ്പറേറ്റ് ക്ലാസ്, അതുപോലെ കുടുംബജീവിതം ആരംഭിച്ച് കഴിഞ്ഞവർ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു ക്ലാസ്. എല്ലാത്തിനും പള്ളി ഇമാമിനെ തന്നെ വിളിക്കണമെന്നില്ലല്ലോ. കേരളത്തിൽ എത്രയോ ആനുകൂല്യങ്ങളുണ്ട്. ഓരോ ക്ലാസ്സിലും വ്യത്യസ്തരായ ആളുകളെ കൊണ്ടുവന്നാൽ പൊതുജനം അടുക്കാത്ത രൂപത്തിൽ ഇത്തരത്തിലുള്ള വിശാലമായ കാഴ്ചപ്പാടുകളെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ കുടുംബജീവിതം നയിക്കണം, എങ്ങനെ സാമൂഹിക ജീവിതം നയിക്കണം, രാഷ്ട്രീയ ജീവിതം എങ്ങനെ നയിക്കണം, ഇതൊക്കെയും ഇങ്ങനെ ക്ലാസുകളായി ദഅവത്തായി പ്രബോധന ദൗത്യമായി ഓരോ പള്ളികളിലും നടന്നു പോകുമെന്നതിൽ സംശയമില്ല. അത് മാത്രമല്ല, ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതം മാത്രമല്ല, പ്രത്യേകിച്ചും യുക്തിവാദം അധികരിച്ചു വരുന്ന കാലമാണ്, നിരീശ്വരവാദം അധികരിച്ചു വരുന്ന കാലമാണ്, LGBTQവിന്റെ വാദങ്ങൾ ഉയർന്നു വരുന്ന കാലമാണ്. സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കണം, ലൈംഗിക ബന്ധത്തെ കുറിച്ച് പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ നമ്മളും അത് പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിപ്പിക്കുന്നതിൽ തെറ്റില്ല. പകരം സെക്സ് എഡ്യൂക്കേഷന്റെ പേരും പറഞ്ഞിട്ട് വിദ്യാർത്ഥികളിൽ സ്വർഗരതിയുടെ ഏറ്റവും നല്ല ആശയമായിട്ട് സ്വർഗരതിയെ കുത്തിവെക്കുക. അതുപോലെ തന്നെ ലെസ്ബിയൻസ് എന്ന് പറയുന്ന വിവാഹത്തിന്റെ പ്രവർത്തനങ്ങൾ, പെണ്ണും ഒരുമിച്ചുകൂടലും മാറും ഒരുമിച്ചുകൂടലും പ്രശ്നങ്ങളൊന്നുമുള്ള കാര്യങ്ങളല്ല എന്ന രൂപത്തിൽ വരും തലമുറയുടെ മുന്നിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ സ്കൂളുകളിൽ 2 മാസങ്ങളിലും 3 മാസങ്ങളിലും കൂടുമ്പോൾ നടക്കുന്ന കൗൺസിലിംഗ് ക്ലാസുകൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് തൊപ്പിയിടുന്നത് കൊണ്ട് നമ്മുടെ മക്കൾ മുസ്ലിം കുട്ടികളാണ്, നമ്മുടെ പെൺകുട്ടികൾ മുസ്ലിം കുട്ടികളാണ്, തട്ടമിട്ടതുകൊണ്ട് അവർ ഇപ്പോഴും ഈമാനുണ്ടെന്ന് നമ്മൾ കരുതുമ്പോൾ വടക്കൻ മലബാർ ഭാഗങ്ങളിലടക്കം നിങ്ങൾ പോയി തെരഞ്ഞന്വേഷിക്കണം. തട്ടമിട്ട പെൺകുട്ടികളാണ്, പക്ഷേ അധികവും ഉള്ളിൽ യുക്തിവാദം പേരുകയാണ്. അവർ നിസ്സഹായരാണ്. കാരണം അവർക്ക് പഠിക്കാനുള്ള പടിവാതിലുകളില്ല, വിഷയങ്ങളെ വിശകലനം ചെയ്യാനുള്ള അവസരങ്ങളില്ല. പ്രത്യേകിച്ചും പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സമൂഹം ഇവിടെ അരങ്ങുവാഴ്ച നൽകുകയാണ്. യുക്തിവാദികൾ ഇവിടെ കയറി സോഷ്യൽ മീഡിയകളിൽ നിരമുകയാണ്, ലിബറലിസ്റ്റുകൾ ഇവിടെ കയറി നിരമുകയാണ്. ഇതിനിടയിൽ ജീവിക്കുന്ന ഈ തലമുറയെ പിടിച്ചു നിർത്തണമെങ്കിൽ കേരളത്തിലെ ഓരോ മഹല്ലുകളും ശാക്തീകരണ പ്രവർത്തനങ്ങളും പ്രബോധന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങി ഓരോ ക്ലാസുകൾ, കൗൺസിലിംഗുകൾ, ആശയങ്ങളുമായിട്ടുള്ള ചർച്ചകളോ സംവാദങ്ങളോ ആണെങ്കിൽ ആ രൂപത്തിലൊക്കെ നടത്തൽ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. കുട്ടികളൊക്കെ കുഫ്റിലോട്ട് അമുസ്ലിമീങ്ങളായി കൊണ്ടുപോകുന്നു എന്നത് വെറുതെ പറയുന്നതല്ല. സ്കൂളുകളിൽ കൗൺസിലിംഗിന് വരുന്ന ആളുകൾ യുക്തിവാദത്തിന്റെ ആളുകളാണ് പകുതിയും. ഇവരൊക്കെ വന്നിട്ട് യുക്തിവാദത്തിന്റെ ചിന്ത കുട്ടികളിലേക്ക് നിറച്ചു വെക്കുന്നു. ഈ കുട്ടി ഏത് കുട്ടിയാ? മദ്രസയിൽ 5 വരെ പോലും ചിലപ്പോൾ പോയി കാണില്ല. അവർക്ക് സ്കൂളിൽ 10ാം ക്ലാസ്സിലാണ്, അല്ലെങ്കിൽ +2-ലാണ്, അല്ലെങ്കിൽ അവരുടെ ക്യാമ്പസിലാണ്, കോളേജിലാണ്. ഇത്തരം ചർച്ച നടത്തുമ്പോൾ അത് മാത്രം കേട്ട് വരുമ്പോൾ സ്വാഭാവികമായി യുക്തിവാദത്തിലോട്ട് അഥവാ കുഫ്റിലോട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചിന്തകൾ പോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ മഹല്ലടിസ്ഥാനത്തിൽ മാത്രമാണ് അതിന്റെ പ്രതിഫലിക്കുള്ളൂ എന്ന യാഥാർത്ഥ്യം ഓരോ പള്ളി ഇമാമികളും മഹല്ല് സംവിധാനങ്ങളും പൊതുജനങ്ങളും തിരിച്ചറിയണമെന്നത് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. മുഅ്മിനീങ്ങളെ, പ്രത്യേകിച്ചും നമ്മുടെ പെൺകുട്ടികളുടെ മുന്നിൽ യുക്തിവാദികളായ ആളുകൾ, അതിന്റെ ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയകളിൽ, അതുപോലെ ടെലഗ്രാമുകളിൽ ചാനൽ വെച്ചുകൊണ്ട്, ക്ലബ് ഹൗസുകളിൽ ചാനൽ വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ക്യാമ്പസുകളിൽ ഇറങ്ങിയിട്ട് നമ്മുടെ പെൺകുട്ടികളോട് പറയുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രായം ചെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ ക്യാമ്പസുകളിൽ പോകുന്നില്ല, നിങ്ങളത് അറിയുന്നില്ല, ഒരാളും അത് അറിയുന്നില്ല. ക്യാമ്പസുകളിലെ ചർച്ചകൾ പെൺകുട്ടികളെ വിളിച്ചു നിർത്തിക്കൊണ്ട് ഒറ്റയ്ക്കും കൂട്ടമായും അവരുമായി സംബന്ധിക്കുന്ന സംവാദങ്ങൾ എന്തൊക്കെയാണ് പെൺകുട്ടികൾക്ക് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. പെണ്ണെ, നീ എന്ത് മുസ്ലിമാ, നിന്റെ എന്ത് ഇസ്ലാമാ, നിനക്ക് സ്വത്തിന് അവകാശമില്ലല്ലോ, സ്വത്തിൽ നിനക്ക് അവകാശം കുറവല്ലേ, നീ എന്ത് ഇസ്ലാമിലാണ് നിൽക്കുന്നത്? പെണ്ണെ, നീ പ്രസവിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരല്ലേ, നിന്റെ മതം മതങ്ങളോ പഠിപ്പിക്കുന്നത്? പർദ്ദയെന്ന് പറയുന്ന ഒരു പൊതിക്കുള്ളിൽ മാത്രം വിധിക്കപ്പെട്ടവളായി പോയല്ലോ നീ പെണ്ണെ. നീ ഇങ്ങനെ പറഞ്ഞ് മാനസികമായി സമ്മർദ്ദം ചെലുത്തി അവരെ പ്രയാസത്തിലാക്കി സംശയത്തിന്റെ നിഴലിലാക്കുന്ന ചർച്ചകളാണ് ക്യാമ്പസുകളിൽ അരങ്ങേറുന്നത്. ഭർത്താവ് എന്ന് പറയുന്ന പുരുഷന്റെ അടിമയായി ഭർത്താവിന്റെ വീട്ടിൽ പോയി കഴിയണമെന്ന അടിമപ്പെണ്ണായി മാറാനുള്ളവരല്ലേ പെണ്ണെ നീ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങളുടെ മനസ്സുകളെ സംശയത്തിന്റെ നിഴലിൽ കൊണ്ടുവച്ചിട്ട് ഇന്നത്തെ ആധുനിക യുഗത്തിലെ ഒരു വലിയ സംഘം ഈ രൂപത്തിൽ സമൂഹത്തെ കൊണ്ടുപോകുമ്പോൾ അതിനെയൊക്കെയും അങ്ങനെയല്ല. സ്വത്തിൽ അവകാശം എത്രത്തോളമാണ്? പർദ്ദ ധരിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആരാണ്? കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ പെണ്ണിന്റെ സ്ഥാനം എന്താണ്? ഇങ്ങനെ തുടങ്ങിയുള്ള ഓരോ ചർച്ചകളും കൃത്യമായും വസ്തുനിഷ്ഠമായും ആ ഓരോ നാടുകളുടെയും മഹലിലെയും പെൺകുട്ടികളെ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് ഇന്ന്
ഇന്ന് പള്ളിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നടക്കൂ എന്നതിൽ സംശയമില്ല. ഇത് മുഴുവനും ഒരു പാതിരാ മാസത്തിൽ വർഷത്തിൽ റമദാനിൽ ഒരു റമദാൻ പ്രഭാഷണം വെച്ച് പറയാൻ കഴിയുന്ന വിഷയങ്ങളല്ല. പകരം യുവാക്കളെ വീടുകളിൽ കൊടുത്ത് പള്ളിക്കുള്ളിൽ ഒരുമിച്ച് കൂട്ടിയിരുത്തിക്കൊണ്ട് ഇതിനെക്കുറിച്ച് തുറന്ന സംവാദങ്ങൾ നടത്തിയിട്ട് വരും തലമുറയെ ഇസ്ലാമിൽ പിടിച്ചു നിർത്തുക എന്ന് പറയപ്പെടുന്ന ദൗത്യമാണ് ഓരോ പള്ളി ഇമാമികളെ എടുക്കേണ്ടത്, ആലിമികളെ എടുക്കേണ്ടത്, പ്രബോധക സംഘം ഏറ്റെടുക്കേണ്ടത്, പരിപാലന സമിതികളെ ഏറ്റെടുക്കേണ്ടത്, പൊതുജനങ്ങളിലെ മുതിർന്നവരെ ഏറ്റെടുക്കേണ്ടത്. ഇങ്ങനെയാണ് പ്രബോധന ദൗത്യം പള്ളികളുമായി കേന്ദ്രീകരിച്ച് നടക്കേണ്ടത്. മോമിനികളെ ഇതൊക്കെയും ഇന്ന് ശോഷണം വരികയാണ്. ഉണർന്ന് ചിന്തിക്കുന്ന ഒരു ജനതയുണ്ടാകട്ടെ എന്ന് പടച്ചറപ്പിനോട് നമുക്ക് കഴിയുകയുള്ളൂ. ആ രൂപത്തിൽ അല്ലാഹു നമ്മുടെ നാടുകളെയൊക്കെ പരിവർത്തിപ്പിച്ചു തരുമാറാകട്ടെ. ക്ഷണിച്ചാൽ ജനം, പെണ്ണുങ്ങൾ, യുവതികൾ, യുവാക്കൾ ക്ഷണം സ്വീകരിക്കട്ടെ, തള്ളിക്കളയട്ടെ, നമുക്കതിൽ പ്രശ്നമില്ല. നാടിനോടുള്ള ഹക്ക് വീടാൻ, ആ ബാധ്യത വീടാൻ അവരെ ക്ഷണിക്കുക, ഒരുമിച്ച് കൂട്ടാനുള്ള സംവിധാനങ്ങൾ കേരളത്തിന്റെ ഓരോ പള്ളികളിലും രൂപപ്പെടുക എന്നത് മാത്രമാണ് മഹല്ല് ഭരണകൂടങ്ങളുടെ കർത്തവ്യം. ജനങ്ങൾ വരാം, വരാതിരിക്കാം. ഇവിടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹല്ല് കമ്മിറ്റി പൂർണ്ണാനുവാദം തന്ന് നമ്മളിവിടെ ഖുർആൻ ക്ലാസ് തുടങ്ങി. ഖുർആനെ കുറിച്ച് വിശാലമായി ചർച്ച ചെയ്യാൻ നമ്മളിപ്പോ ഏകദേശം 7-8 ക്ലാസ് പിന്നിട്ടു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين എന്ന് പറയുന്ന ചർച്ചയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരാൾ പോലും തിരികെ നോക്കാനില്ല. 8 ക്ലാസ്സുകൾ അവിടെ പിന്നിടുമ്പോ ആദ്യം നമ്മൾ 6-7-8 പേരല്ലാതെ പുതുതായിട്ട് ഒരാൾക്ക് അവിടെ നിന്ന് ഇരുന്നിട്ട് എന്താണ് പറയുന്നത്, ഇങ്ങനെയൊക്കെയാണോ ഖുർആനെന്ന് വിലയിരുത്താൻ പോലും നമുക്ക് സമയമില്ല. ആ രൂപത്തിൽ മുന്നിട്ടിറങ്ങുന്നവരെ കൂടി പിന്നോട്ടടിക്കുന്ന, അവരുടെ മനസ്സിനെ കൂടി പിന്നോട്ട് വലിക്കുന്ന പ്രവണത നമ്മുടെ ഭാഗത്ത് നിന്നും വരുന്നുണ്ട്. അത് മാറേണ്ടതാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഒരു വാഴ സംഘടിപ്പിച്ചാൽ, ഒരു നാട്ടിൽ ഒരു പ്രസംഗം സംഘടിപ്പിച്ചാൽ ആളുകൾ ലൈവുണ്ടോ എന്ന് നോക്കുകയാണ്. ലൈവിലിരുന്ന് വീട്ടിലിരുന്ന് കാണാം. ഏറെക്കുറെ അടിച്ചു തിരിച്ചത് അവിടെയും ഇവിടെയും ഒക്കെ കാണും. എന്നിട്ട് അതൊന്ന് നിർത്തും, ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. ആ വേദിയിൽ വന്നിരിക്കാനോ അതിന്റെ പവിത്രതയെ മാനിക്കാനോ ആ പവിത്രതയെ മാനിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് എളിമ പഠിക്കാനോ നമ്മളുടെ തലമുറകളോ നമ്മളോ തയ്യാറാകുന്നില്ല. മാറ്റങ്ങൾ വരാൻ അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ പരിവർത്തനത്തിന് വിധേയമാകുന്ന വിശുദ്ധ റമദാൻ വരികയാണല്ലോ. വിശുദ്ധ റമദാനോടുകൂടി പരിവർത്തനത്തിന് വിധേയമാകുന്ന ഒരു നല്ല സമൂഹമാക്കി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.